ഹായ് ഹലോ എല്ലാവർക്കും മിനീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കലാത്തിയ പ്ലാന്റ്സിൻ്റെ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് കുറച്ച് പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തുള്ളൊരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കലാത്തിയുടെയൊക്കെ. അപ്പം നമ്മൾ കൊറിയർ ചെയ്യുന്ന DTDC വഴിയും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേയുമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വെറൈറ്റി ബ്യൂട്ടി സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ഒരിടയ്ക്ക് നമുക്ക് വരുന്നേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ 3 ലീഫ് ആവാം, 4 ലീഫ്, 5 ലീഫ്, അങ്ങനെ പല സൈസിലായിരിക്കും പ്ലാന്റ്സുകൾ വരുന്നത്. നമ്മളൊരു ഏകദേശ പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ബ്യൂട്ടി സ്റ്റാറിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത വെറൈറ്റി കോമ്പാറ്റ് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് സെയിലിനായിട്ടുള്ളത്. പെട്ടെന്ന് ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് കോമ്പാറ്റ് സ്റ്റാർ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ 4 ലീഫ്, 5 ലീഫ്, അങ്ങനെ പല സൈസിലായിരിക്കും പ്ലാന്റ്സുകൾ വരുന്നത്. നല്ല കളറൊക്കെ കയറിയിട്ടുള്ള റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയൊക്കെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി കലാത്തിയ കോറയുടെ പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് വരുന്ന ഒരു വെറൈറ്റി അല്ല കോറയുടെയൊക്കെ പ്ലാന്റ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ആയിരിക്കും. പക്ഷേ ലീഫിൻ്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ കൂടുതൽ ലീഫ് കാണും, ഹൈറ്റ് കുറവാണെങ്കിലും. അങ്ങനെ പല സൈസിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കോറയുടെ ഈ സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. അടുത്തത് കലാത്തിയ ഒർണാട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും കുറവ് ലീഫുള്ള പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പിങ്ക് സ്ട്രൈപ്സ് പോലെയാണ് ഈ ഒരു ലീഫ് പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. അടുത്തത് കലാത്തിയ മാരിയോൻ്റെ പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വരുന്നേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സുകൾ വരുന്നത്. നല്ല വലുപ്പമുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ചിലതൊക്കെ ഇതിലും ഹൈറ്റുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസൊക്കെ വരുന്ന മാരിയോൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അടുത്തത് കലാത്തിയ ധോത്തിയുടെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന ധോത്തിയുടെ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പം 3 ലീഫ്, 4 ലീഫ്, 5 ലീഫ്, അങ്ങനെ പല സൈസിലായിരിക്കും വരുന്നത്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഇതിൻ്റെ കൂടുതൽ ലീഫുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, കൂടുതൽ ലീഫുണ്ട്. പക്ഷേ ആദ്യം കാണിച്ച പ്ലാന്റിനെക്കാട്ടിലും ഹൈറ്റ് കുറവാണ്. പക്ഷേ ഒരുപാട് ലീഫുണ്ട്. 5-6 ലീഫോളം ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട്. അങ്ങനെ പല സൈസിലായിരിക്കും നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 2 സൈസിലുള്ള പ്ലാന്റ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. അടുത്തത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇത്രയും ലീഫ് ഉണ്ടാവണം എന്നില്ല, ഹൈറ്റ് ഇത്രയും ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ലീഫ് കുറവുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അങ്ങനെ പല സൈസിലാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ റുസ്കോയുടെ പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഒരു 2 ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ്. നമ്മൾ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 150 രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്. അടുത്തത് കലാത്തിയ ഇലസ്ട്രീസിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും വരുന്നത്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റുകളല്ല, ഹൈറ്റ് കുറവാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത്. ഇത്രയും ലീഫ് ഉണ്ടാവണമെന്നില്ല പ്ലാന്റ്സുകൾക്ക്. ചിലപ്പോൾ 2 ലീഫൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് വന്നിട്ടില്ല, കുറച്ച് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു 2 ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ്സുകളാവാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ്. അടുത്തത് കലാത്തിയ വിറ്റാറ്റയുടെ പ്ലാന്റ് ആണ്. ഗ്രീൻ ലീഫിൽ ഒരു വൈറ്റ് സ്ട്രൈപ്സ് ആണ് ഈ ഒരു വിറ്റാറ്റയുടെ പ്ലാന്റിൽ വരുന്നത്.
ഏകദേശം ഈ ഒരു സൈസൊക്കെ ആയിരിക്കും വരുന്നത്. ചില പ്ലാന്റ്സ് കുറച്ചുകൂടെ ഹൈറ്റ് കുറവുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കലാത്തിയ വിറ്റാറ്റയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. അടുത്തത് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ലീഫും ഓരോ ഷൂട്ടായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്ക്. അപ്പോൾ ഇത്രയൊക്കെ സൈസ് വരുന്ന റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. അടുത്തത് കലാത്തിയ പീകോക്കിൻ്റെ പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഓരോ ലീഫും ഓരോ ഷൂട്ടായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു കലാത്തിയ പീകോക്കും. ഇതിൻ്റെ നമ്മൾ ഏറ്റവും കുറവ് ലീഫുള്ള പ്ലാന്റാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസൊക്കെ വരുന്ന പീകോക്ക് കലാത്തിയയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ റൂഫി പർബ അല്ലെങ്കിൽ ഫ്യൂരി ഫെദർ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത വെറൈറ്റി കലാത്തിയ ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് വരുന്നത്. സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഈ ഒരു പ്ലാന്റും നല്ലൊരു വെൽവെറ്റ് പോലത്തെ ഒരു ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വരുന്നത്. ഇതിൻ്റെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള റിംഗ് ഓഫർ വെരിഗേറ്ററിൻ്റെ പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ബുഷി ആയിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലീഫിലൊക്കെ നല്ല പോലെ വെരിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കാണുന്നത് ന്യൂ ലീഫ് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ വെരിഗേഷൻ കണ്ടില്ല, നല്ല പോലെ വെരിഗേഷൻസ് ഒക്കെ എല്ലാ ലീഫിലും വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ഒരു സൈസൊക്കെ വരുന്ന റിംഗ് ഓഫർ വെരിഗേറ്ററിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. നെക്സ്റ്റ് മുരയ പാനിക്കുലേറ്റയുടെ പ്ലാന്റ് ആണ്. മരമുല്ല, മുരയ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. സീസണൽ പ്ലാന്റ് അല്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന, നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല സ്മെല്ലാണ് ഈ ഒരു പൂക്കൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന മരം പോലെ ഒന്നും ആകുന്ന വെറൈറ്റി അല്ല, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. സെമി ഡാർഫായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 180 രൂപയാണ്. അടുത്തത് നിക്കോഡിയയുടെ പ്ലാന്റ് ആണ്. ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ലീഫ് ഒരു സിൽവർ കളറിലാണ് വരുന്നത്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിന് അധികം കെയറിങ് ഒന്നും വേണ്ട, വെയിലും മഴയും ഒന്നും പ്രശ്നമില്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ്. ഒരു പിങ്ക് കളറ് പൂക്കളാണ് ഉണ്ടാകുന്നത്. നിറയെ പൂക്കൾ ഇതിലും ഉണ്ടാകുന്നതാണ് കേട്ടോ. നിക്കോഡിയയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് വെറൈറ്റി ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് കാർഡിനലിൻ്റെ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൈസുണ്ട് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ബ്ലാക്ക് കാർഡിനലിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഫൈക്കസ് റാഡിക്കൻസിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബുഷി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? നല്ല ഹെവി ബുഷി ആയിട്ടുള്ള റാഡിക്കൻസിൻ്റെ പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 170 രൂപയാണ്. അടുത്തത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡിറ്റാനറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. നല്ലൊരു റെയർ വെറൈറ്റി കൂടിയാണ് ബ്രാൻഡിറ്റാനം. ഈ ഒരു സൈസൊക്കെ വരുന്ന ബ്രാൻഡിറ്റാനത്തിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത്ര സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്തത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള റെഡ് കോങ്കോയുടെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളതെന്ന്. ഇതിപ്പോൾ ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. നമുക്കിത് റിപ്പോർട്ടൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ ഒരു പോട്ടിലൊന്നും ഈ ഒരു പ്ലാന്റ് നിൽക്കില്ല, അത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന റെഡ് കോങ്കോയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്.
അപ്പോൾ ഇത്രയൊക്കെ പ്ലാൻസാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. പ്ലാൻസ് വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. മാക്സിമം വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പുതിയ അഗ്ലോണിമ പ്ലാൻസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ പ്ലാൻസുകളെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. നമുക്ക് പുതിയ സ്റ്റോക്ക് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്